തൊഴിലന്വേഷകരിൽ നിന്ന് തന്നെ തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കുക എന്നതായിരുന്നു അന്നത്തെ എ.കെ. ആന്റണി സർക്കാരിന്റെ സമീപനം. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതികൾ ഒരു പരിധിവരെ വിജയിച്ചതായി പ്ലാനിംഗ് ബോർഡ് മുന്നംഗം സി.പി. ജോൺ പറഞ്ഞു. വൻകിടക്കാർക്ക് പകരം കേരളത്തിലെ സാധാരണക്കാർ തന്നെ ഇതോടെ സംരംഭകരായി മാറി. എംപ്ലോയ്മെന്റ് കൾച്ചറിൽ നിന്ന് എന്റർപ്രണർഷിപ്പ് കൾച്ചറിലേക്ക് കേരളത്തിനെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട്. ചെറുകിടയായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ എന്റർപ്രൈസ് തുടങ്ങുക. അപ്പോൾ എന്റർപ്രണോറിയലായിട്ടുള്ള ഒരു സംരംഭക സംസ്കാരം തുടങ്ങുന്നതിനാണ് നമ്മൾ ആഗ്രഹിച്ചത്. സംരംഭകരെ പരിഹാസത്തോടെയും അപരിചിതത്വത്തോടെയും കാണുന്ന പ്രവണതകൾ ഇല്ലാതാക്കാൻ സർക്കാർ നയങ്ങൾക്ക് കഴിഞ്ഞു. വിജയകരമായ സംരംഭങ്ങൾ ധാരാളം ഉണ്ടാകണമെങ്കിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഈ രംഗത്തുണ്ടാകണം. 1000 സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ ഒരു 100 എണ്ണത്തിന് അതിൽ വിജയിച്ച് മുന്നോട്ട് വരാൻ വഴിയുള്ളൂ. അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്, മരണസംഖ്യ വളരെ കൂടുതലായിരിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ നമുക്ക് 100 കമ്പനികളാണ് വരണമെങ്കിൽ 1000 തുടങ്ങണമെങ്കിൽ 1000 തുടങ്ങണമെങ്കിൽ 10,000 അല്ലെങ്കിൽ 1,00,000 തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് ആയിരക്കണക്കിന് സംരംഭങ്ങൾ തുടങ്ങുക. സംരംഭകരെ കൈപിടിച്ച് നടത്തുക എന്നതായിരുന്നു ഇതുവരെയുള്ള നയം. LDF സർക്കാർ ഇത് തുടരുമെന്നാണ് പ്രതീക്ഷ. ഈ കാര്യത്തിൽ കേരളത്തിന് വലിയ പരിചയക്കുറവുണ്ടായിരുന്നു. ആ പരിചയക്കുറവ് വളരെ പരിമിതമായ തരത്തിൽ മാറ്റാൻ പ്ലാനിംഗ് ബോർഡ് അതിനെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. സംരംഭങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ആ പോളിസി UDF കൊണ്ടുവന്നിട്ടുള്ളതാണ്. LDF അത് ഉപേക്ഷിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. മീഡിയ 1 തിരുവനന്തപുരം.